വചനമൊഴി ജൂലൈ 24. വചനഭാഗം 2 കോരിന്തോസ് 4:1-6, മത്തായിയുടെ സുവിശേഷം 23:13-22. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു, കാരണം നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസയരെ, നിങ്ങൾക്ക് ദുരിതം! ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്നു കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിയായി നരകസന്തതിയാക്കി തീർക്കുന്നു. അന്ധരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ പറയുന്നു, ഒരുവൻ ദൈവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, ദൈവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. മൂഢരും അന്ധരുമായവരെ, ഏതാണ് വലുത്? സ്വർണത്തെ പവിത്രമാക്കുന്ന ദൈവാലയമോ? നിങ്ങൾ പറയുന്നു, ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരെ, ഏതാണ് വലുത്? കാഴ്ചവസ്തുവോ, കാഴ്ചവസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ? ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു. ദൈവാലയത്തെ കൊണ്ടാണ് ഇടുന്നവൻ അതിനെ കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. സ്വർഗത്തെ കൊണ്ടാണ് ഇടുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെ കൊണ്ടും അതിലിരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനം നിയമജ്ഞരോടും ഫരീസയരോടും കഠിനമായ ഭാഷയിൽ സംസാരിക്കുന്നതാണ് നാം കാണുന്നത്. നിയമജ്ഞർ നിയമത്തിൽ അഗാധമായ അറിവുള്ളവരും നിയമത്തിന്റെ പാലിക്കലിൽ നിഷ്ഠ പുലർത്തിയിരുന്നവരുമായിരുന്നു. ഫരീസയർ തങ്ങൾ ചെയ്തു പോന്നിരുന്ന ആചാരങ്ങളിൽ നിന്ന് മാറാൻ തയ്യാറാകാതെ ആചാരങ്ങളോട് വളരെ നിഷ്ഠ പുലർത്തിയിരുന്നവരായിരുന്നു. ഈ രണ്ടു കൂട്ടരെയും വചനം ശാസിക്കുകയാണ്. സ്നേഹത്തിന്റെ നിയമം മറന്നുകൊണ്ട് ജീവിക്കുന്നതിനെ ശക്തമായ ഭാഷയിൽ തിരുവചനം അപലപിക്കുകയാണ്. ബലിപീഠത്തെ അനാദരിക്കുന്നവൻ ദൈവത്തെ തന്നെയാണ് അനാദരിക്കുന്നത്. ദൈവാലയത്തെ അനാദരിക്കുന്നവൻ ദൈവത്തെ തന്നെയാണ് അനാദരിക്കുന്നത്. ബലിപീഠത്തെയും ദൈവാലയത്തെയും അനാദരിച്ചിട്ട് അതിന്റെ മേൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ അന്ധരായ വഴികാട്ടികളാണ് എന്ന് തിരുവചനം ശക്തമായി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തോടും ബലിപീഠത്തോടും കാണിക്കുന്ന അനാദരവ് ദൈവത്തോട് കാണിക്കുന്ന അനാദരവാണ് എന്ന് തിരുവചനം വ്യക്തമായി പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവാലയത്തോടും ബലിപീഠത്തോടും അനാദരവ് കാണിക്കുന്ന സംഭവങ്ങളുടെ നേരെ കണ്ണടച്ചു നിൽക്കുന്നത് അന്ധരായ വഴികാട്ടികളായി മാറുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതാണ്. കണ്ണു തുറക്കുവാനും തെറ്റിനെ തെറ്റെന്ന് പറയുവാനും തെറ്റിനെ മാറ്റി നിർത്തുവാനും സ്നേഹത്തിന്റെ സുവിശേഷമായ മിശിഹായുടെ വചനത്തിന് ചെവി കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.